വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലി കാട്ടാനയെ 4 ദിവസമായിട്ടും വനം വകുപ്പിന് പിടികൂടാനായില്ല. നിലവിൽ ആലത്തൂർ എസ്റ്റേറ്റിൽ ഇരുമ്പുപാലം ഭാഗത്താണ് ബേലൂർ മഗ്ന ഉള്ളത്. ആനയെ മയക്കുവെടിവെക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് വനം വകുപ്പ്. തിരുനെല്ലി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് ബേഗൂർ 9ാം വാർഡ് ഇരുമ്പുപാലം വനപ്രദേശത്ത് അപകടകാരിയായ കാട്ടാന നിലയുറപ്പിച്ചതിനാൽ ഇന്നു പുലർച്ചെ 5:30യോടെയാണ് ഇരുമ്പുപാലത്തെ വനമേഖലയിൽ ആനയുള്ളതായി റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചത്. പിന്നാലെ DFO അടക്കമുള്ളവർ വനത്തിലേക്ക് പ്രവേശിച്ചു. തൊട്ടു പിന്നാലെ മയക്കുവെടി സംഘവും കാട്ടിലേക്ക് പോയി. ഇരുമ്പുപാലത്തിന് സമീപം 2 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിലാണ് നിലവിൽ ആനയുള്ളതെന്നാണ് വിവരം. കാട്ടിക്കുളത്ത് നിന്ന് കർണാടകയിലെ കുടക് ഭാഗത്തേക്കുള്ള റോഡിലുള്ള സ്ഥലമാണ് ഇരുമ്പുപാലം. ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന് എന്ന രീതിയിൽ 4 പ്ലാനുകളുമായാണ് വനം വകുപ്പിന്റെ 4ാം ദിവസത്തെ ദൗത്യം പുരോഗമിക്കുന്നത്. 4 വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സിറിഞ്ചിൽ മരുന്ന് നിറച്ച് 4 ടീമുകൾ. ഒരു സംഘം തോക്കുമായി കുങ്കിയാനകളുടെ പുറത്തും മറ്റു 2 സംഘങ്ങൾ കാൽനടയായും ഏറുമാടത്തിന് മുകളിൽ നിന്നുമാണ് നിരീക്ഷിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ദൗത്യസംഘം ആനയുടെ 400 മീറ്റർ വരെ അടുത്തെത്തിയിരുന്നു. എന്നാൽ വനത്തിൽ തിങ്ങി നിറഞ്ഞ കുറ്റിക്കാടുകളുള്ള സ്ഥലങ്ങളിൽ ആന മറഞ്ഞു നിൽക്കുന്നതാണ് മയക്കുവെടിവെക്കുന്നതിന് തിരിച്ചടിയാകുന്നത്. ആനയുടെ സാന്നിധ്യം കണക്കിലെടുത്ത് തിരുനെല്ലി പഞ്ചായത്തിലെയും മാനന്തവാടി നഗരസഭയുടെ 4 ഡിവിഷനുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്നും അവധി നൽകി. ബേഗൂർ, ചേലൂർ, ബാവലി എന്നിവിടങ്ങൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ആനയുള്ള പ്രദേശത്തിനരികെ വനമേഖലയോട് ചേർന്നുള്ള വിശാലമായ എലത്തൂർ എസ്റ്റേറ്റ് ഉണ്ട്. ആന ഈ ഭാഗത്തേക്ക് വന്നാൽ മയക്കുവെടി സംഘത്തിന് ദൗത്യം നിർവഹിക്കാൻ താരതമ്യേന എളുപ്പമാണെന്നാണ് വിലയിരുത്തൽ. കാട്ടാന വനത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതും മിഷൻ ബേലൂർ മഗ്നയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട്. എങ്കിലും വെല്ലുവിളികളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇന്നു തന്നെ കാട്ടാനയെ മയക്കുവെടി വെച്ച് വീഴ്ത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനപാലകർ മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ.